നമസ്കാരം. അല മീഡിയ ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. മഹാകവി കുമാരനാശാൻ്റെ ചരമശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി അരൂർ വിജയാംബിക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നാടിനെ ഉണർത്തിയ ആശാൻ്റെ നായികമാർ എന്ന വിഷയത്തിൽ സെമിനാർ ജനുവരി 2 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഗ്രന്ഥശാല ഹാളിൽ ആരംഭിച്ച സെമിനാർ പരിപാടി ഇടക്കൊച്ചി ആവില കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പാളും എഴുത്തുകാരനുമായ പ്രൊഫസർ ടി.പി. ആൻ്റണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശ്രീ സെബാസ്റ്റ്യൻ മൈക്കിൾ വിഷയം അവതരിപ്പിച്ചു. ആശാന്റെ കാവ്യജീവിതത്തെ സ്വാധീനിച്ച 2 വനിതകൾ കവിയുടെ അമ്മയും ജീവിത പങ്കാളിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിലെ ഉദാത്തമായ സ്ത്രീസങ്കല്പങ്ങളെല്ലാം പാശ്ചാത്യ സാഹിത്യ വായനയിൽ നിന്ന് അദ്ദേഹം ആർജിച്ചെടുത്തതാണെന്നും സെബാസ്റ്റ്യൻ മൈക്കിൾ പറഞ്ഞു. ഒന്ന് ആശാന്റെ അമ്മ, രണ്ടാമത്തത് ആശാന്റെ ഭാര്യ. വേറെ ഒരു സ്ത്രീയെ കുറിച്ചും ആശാനൊന്നും അറിയില്ല, അതാണ് വാസ്തവം. പിന്നെ ഈ സ്ത്രീ ഹൃദയജ്ഞാനം ഇതിനൊക്കെ അപ്പുറത്തേക്ക് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദാത്തമായിട്ടുള്ള സ്ത്രീ ഹൃദയജ്ഞാനം, ആ ഉദാത്തമായിട്ടുള്ള ഒരു സങ്കല്പം, അതൊക്കെ ആശാന്റെ വായനയിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. ചന്ദ്രൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സുഷമ, അരൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപിക കെ.പി. ഷീജ, ചമനാട് ECK യൂണിയൻ ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക ബീന എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സാമൂഹ്യ നവോത്ഥാന സങ്കല്പങ്ങൾ രൂപപ്പെട്ട ഇടത്തു നിന്ന് തന്നെയാണ് ആശാൻ കവിതകളുടെ ഉത്ഭവമെന്ന് സുഷമ ടീച്ചർ അഭിപ്രായപ്പെട്ടു. നമ്മൾ പറഞ്ഞല്ലോ, മൈക്കിൾ സൂചിപ്പിച്ചു, നവോത്ഥാനത്തിൻ്റെ നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക നവോത്ഥാനത്തിന് മുൻപ് തന്നെയാണ് ആശാൻ എഴുതിയതെങ്കിലും നമ്മളുടെ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഒരു രംഗം രൂപപ്പെട്ടു വരുന്ന ഇടത്തു നിന്ന് തന്നെയാണ് കുമാരനാശാനും എഴുതുന്നത്. വിജയാംബിക വായനശാല വൈസ് പ്രസിഡന്റ് KV അജയൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സെക്രട്ടറി PV ലാലു സ്വാഗതം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ജീവിത വിജയം ലക്ഷ്യമാക്കി ചമ്മനാട് ECK യൂണിയൻ ഹൈസ്കൂൾ അധ്യാപകർ ഒരുക്കിയ ചലച്ചിത്ര പ്രദർശനവും ഉണ്ടായിരുന്നു.